ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രിയ ജയന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിളമ്പിക്കൊടുത്തോണ്ട് വളരെ അഹങ്കാരത്തോടും അഹംഭാവത്തോടും കൂടി ജയനോട് ഓരോരോ കാര്യങ്ങൾ പറയുവാണ്. എല്ലാവരോടും കഴിയുന്നതും ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റുമോ അതൊക്കെ മേടിച്ചോണം എന്നൊക്കെ പ്രിയയുടെ വക ക്ലാസ്സാണ് ജയന്. ഇതെല്ലാം കേട്ടോണ്ട് വേണുവേട്ടനും രാധമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. പ്രിയയ്ക്ക് അവരങ്ങോട്ട് വരുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പ്രിയ ഒരു വല്ലാത്ത നോട്ടം നോക്കിയിട്ട് ജയനോട് പറയുക, തോണ്ട വരുന്ന രണ്ട് പാരകൾ ചേട്ടാ. അവർ രണ്ടുപേരും ഇങ്ങോട്ട് വരുമ്പോഴേ ആ മന്ത്രിസഭയിലെ കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് പൊക്കി പൊക്കി പറഞ്ഞോണം. അത് കേട്ടതും അല്പൻ ഐശ്വര്യം വന്ന പോലെ ആ പാർട്ടി പ്രസിഡന്റ് അനന്തംപിള്ളയോടും അംബിക മേഡത്തിനോടും ഒപ്പമാണ് ഞാൻ ആ ഓഫീസിലോട്ട് കയറി ചെന്നത്. അംബിക മേഡത്തിൻ്റെ ഒരു പവറെ, അതും ആ മുഖത്തെ ഒരു കല. ജയൻ്റെ ആ പൊങ്ങച്ചം കണ്ടിട്ട് വേണുവട്ടം പറയുക, എടി രാധേ, കേട്ട് വേണമെങ്കിൽ പഠിച്ചോടി, എല്ലാം ദേവീസ്തുതികളാ. എടി പ്രിയ, നീ ഇത് കേട്ടോ? നമ്മൾ ഈ കാര്യമൊക്കെ പറയുമ്പോഴേ ദാണ്ട് ഇവർക്കതൊക്കെ ദേവീസ്തുതികളാണെന്ന്. പ്രിയയുടെ ഒരു അഹങ്കാരത്തോടുള്ള ഇരിപ്പ് കണ്ടപ്പോൾ രാധമ്മ പറയുക, പ്രിയയോടാ എനിക്ക് പറയാനുള്ളത്, മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരു മാതാപിതാക്കളല്ല ഞങ്ങൾ. നിങ്ങൾ 3 പേരും ഞങ്ങൾക്ക് ഒരുപോലെയാ. വേണുവട്ടം പറയുക, രാജുവിൻ്റെ PA ഉദ്യോഗം പോയതിലൊന്നും ഞങ്ങൾക്ക് സങ്കടമില്ല. അവനെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ഈ കുടുംബം പോറ്റിക്കോണം. പക്ഷേ നിങ്ങൾ തലമാറുന്ന എണ്ണ തേക്കരുത്. അതെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മക്കൾ ആര് കരഞ്ഞാലും ഞങ്ങൾക്ക് പിടയുന്നത് ഞങ്ങളുടെ ചങ്ക. അത് നിങ്ങൾ മനസ്സിലാക്കണം. വേണുവട്ടം പറയുക, നീ ഉദ്യോഗം ഭരിക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അംബികാവർമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ പക്ക ക്രിമിനലാ. അവൾ കുഴിക്കുന്ന കുഴിയിലും വരയ്ക്കുന്ന വരയിലും പോയി വീഴരുത്. വേണുവേട്ടനും രാധമ്മ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും അതൊന്നും ജയനോ പ്രിയോ കേൾക്കുന്ന ഭാവമില്ല. ജയനും അതേ അഹങ്കാരത്തോടിരുന്ന് ആ ചിക്കൻ്റെ കാലൊക്കെ ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നുവാണ്. ജയൻ്റെ ആ ആർത്തിയോടുള്ള ചിക്കൻ തീറ്റി കണ്ടിട്ട് വേണുവേട്ടൻ പറയുക, ചിക്കനൊക്കെ ആവോളം തട്ടിക്കോ, പിന്നെ ആ പറമ്പിൽ ചെന്നിരുന്ന് കൂവാതിരുന്നാൽ മതി. അത്രയും പറഞ്ഞിട്ട് വേണുവേട്ടനും രാധമ്മയും അവിടെ നിന്ന് പോവുക. ജയൻ പറയുക, എന്താ വാടി പ്രിയ ഇവർ പറഞ്ഞത്? അതൊന്നും ജയേട്ടൻ കാര്യമാക്കണ്ട, ജയേട്ടൻ കഴിക്ക്. ഈ സമയം അംബിക റൂമിനകത്ത് ഭയങ്കര ടെൻഷനോട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദീപക് അങ്ങോട്ട് വന്നിട്ട്, അയ്യോ എന്താമ്മേ അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ? മന്ത്രിയായപ്പോഴാണോ ഇത്രയ്ക്ക് ടെൻഷൻ? മന്ത്രി ആയതുകൊണ്ടൊന്നും അല്ലടാ ടെൻഷൻ, അവിടെ ഒരു ടെൻഷനും ഇല്ല. പിന്നെന്താമ്മേ കുഴപ്പം? എടാ ദീപക്കെ, എനിക്ക് വലിയ സംശയമുണ്ട്. എന്തുവാമ്മേ? ആ ഹോം നേഴ്സും ഋതികയായിട്ട് നല്ല അടുപ്പമുള്ളതുപോലെ. അതിന് അവർ വല്ല പരിചയക്കാരുമായിരിക്കും. അതിന് നമുക്കെന്താ? ആ ഡോക്ടർ ഹോം നേഴ്സിൻ്റെ പ്രൊഫൈൽ അമ്മയ്ക്ക് അയച്ചു തന്നതല്ലേ, പിന്നെന്താ കുഴപ്പം? എടാ ഫേക്ക് പ്രൊഫൈൽ കാണിച്ച് ആ ഡോക്ടർ എന്നെ നമ്മളെ പറ്റിച്ചതാണോ? അങ്ങനെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴാ സംശയം തീർത്ത് കളയാമല്ലോ. ഇനി അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് ദീപക് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പത്മ പ്രതാപന് കഞ്ഞി ഇങ്ങനെ കോരിക്കൊടുക്കുവാണ്. കുടിക്ക്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കോരിക്കൊടുക്കുന്നത്. ഋതികയും അടുത്ത് തന്നെ നിൽക്കുവാണ്. അമ്മേ, നമ്മൾ പറയുന്ന എന്തെങ്കിലും അച്ഛന് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല മോളെ, ലക്ഷണം കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലെന്നാ തോന്നുന്നു. അച്ഛൻ എന്നെ മനസ്സിലാകുന്നുണ്ടോ? അച്ഛാ എന്നിങ്ങനെ ഋതികയെ വിളിക്കുക. എന്നിട്ട് പറയുക, അച്ഛന് കേൾവിക്കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നാ അമ്മേ എനിക്ക് സംശയം. പ്രതാപൻ കണ്ണടച്ചിങ്ങനെ കിടക്കുവാണ്. പ്രതാപന് കഞ്ഞി കൊടുക്കുമ്പോഴും പത്മ മാസ്ക് ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു കഞ്ഞി കൊടുത്തത്. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് പറയാതെ ദീപക് ആ ഡോറ് തുറന്ന് വരുവാണ്. ദീപക് നോക്കുമ്പോൾ ഋതികയും പത്മയും ഇങ്ങനെ നിൽക്കുവാണ്. പത്മ ഇങ്ങനെ മാസ്കും ധരിച്ചിട്ടുണ്ട്. ദീപക് അകത്തോട്ട് വന്ന് അവിടെ കിടക്കുന്ന ആ ചേറിൽ കയറി അങ്ങ് ഇരിക്കുവാണ്. ഋതികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഋതിക ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക. തരികട അംബികയുടെ മകനല്ലേ, അതേ തരികടയോട് അവൻ അഭിനയിക്കുവാണ്. എൻ്റെ വല്യമ്മാവൻ്റെ ഒടിഞ്ഞു കുത്തിയുള്ള ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. അവൻ അത്രയും പറയുമ്പോഴത്തേക്ക് ഋതിക, എടാ ഒന്ന് എഴുന്നേറ്റ് പോയേ, അച്ഛനെ ശല്യപ്പെടുത്താനാകില്ല. അച്ഛനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളാ. അതിന് ഞാൻ വല്യമ്മാവനെ ഉപദ്രവിക്കാനും ഒന്നും വന്നതല്ലല്ലോ. ഈ കിടക്കുന്നതേ എൻ്റെ വല്യമ്മാവനല്ലേ. എനിക്ക് കുട്ടിക്കാലത്ത് ഈച്ചമുട്ടായി വാങ്ങി തന്നതേ എൻ്റെ ഈ വല്യമ്മാവന്. എടാ, നിനക്ക് ഈച്ചമുട്ടായിയോ പൂച്ചമുട്ടായിയോ ബിസ്ക്കറ്റ് വാങ്ങി തന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പം ഇവിടെ വന്ന് വിളമ്പണ്ട. നീ ഒന്ന് എഴുന്നേറ്റ് പോയേ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ പെട്ടെന്ന് ദീപക് എഴുന്നേറ്റ് ഋതിയുടെ കയ്യാലൊന്ന് പിടിച്ചിട്ട്, എന്താ കുഞ്ഞെ ഇത്ര ദേഷ്യം? ഋതിക അവന് പോടാ എന്ന് പറയുവാണ്. ഞാനും വല്യമ്മാവൻ്റെ ഒരു അനന്തരവനല്ലേ. എടാ, അച്ഛൻ സുഖമില്ലാതെ കിടക്കുക, അതുകൊണ്ടാ നിന്നെ ഉന്തിത്തള്ളി ഞാൻ പുറത്താക്കാത്തത്. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോയേ. അയ്യോ വഴക്കൊന്നും വേണ്ട, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് അവൻ പത്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുവാണ്. അല്ല, ഈ ഹോം നേഴ്സിനെ ഞാൻ എവിടെയോ കണ്ടതുപോലെ നല്ല ഓർമ്മ. ആ മാസ്ക് ഒന്ന് മാറ്റിക്കാം മാഡം. പത്മ പറയുക, ഇത് പേഷ്യൻ്റ് കിടക്കുന്ന റൂമാണ്, മാസ്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. ഒരു സെക്കൻഡേക്ക് മതി മാഡം, ആളെ എനിക്ക് നല്ല പരിചയമുള്ളതുപോലെ.
എടാ ഇത് നിൻ്റെ ഭാര്യ ദിവ്യൊന്നുമല്ല, ഇത് സിസ്റ്റർ പവിത്രയാ. അതിന് പവിത്രയായാലും പാക്കനായാലും എന്താ, ഞാനൊന്ന് കാണുന്നതിന് എന്താ തെറ്റ്? നിന്നോട് കാണാൻ പറ്റില്ലെന്നല്ലോടാ പറഞ്ഞ്, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. എന്നാ പിന്നെ കണ്ടിട്ടേ പോന്നുള്ളു. അങ്ങനെ പറഞ്ഞിട്ട് അവൻ പത്മയുടെ മാസ്ക് ഊരാനായിട്ട് നോക്കുക. ഋതികയും പത്മയും കയറി അവനെ പിടിക്കുവാണ്. അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു മാറി വിടറാന്ന് പറയുവാണ്. ശരിക്കും ഒരു പിടിയും വലിയും തന്നെ നടക്കുവാണ്. ആ സമയത്ത് ശേഖരൻ അങ്ങോട്ട് വന്നിട്ട് എന്താ ഇവിടെ എന്നിങ്ങനെ ഒച്ചത്തിൽ ചോദിക്കുക. ദീപക്ക് ശേഖരനെ കണ്ടിട്ട് പറയാ, ഇയാളെന്താ വാനത്തിൽ നിന്ന് വരുന്നത്? വാനത്തിൽ നിന്നല്ലടാ, മാളത്തിൽ നിന്നാണ് വരുന്നത്. നിനക്കറിയണോ, ഞാൻ പാതാളത്തിൽ നിന്നാണ് വന്നത്. ഇളകിയ കണ്ണാടിയുടെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാ. അല്ല നീ എന്താ ഇതിനകത്ത്? അത് ഇളയച്ച, ഇവന് ഹോം നേഴ്സിൻ്റെ മുഖം കാണണമെന്ന്. എന്നിട്ട് ഇവൻ സിസ്റ്ററിൻ്റെ കൈക്കും കയറി പിടിച്ചു. ഇളയച്ച എന്ത്? ചേട്ടനെ നോക്കാൻ വന്ന സിസ്റ്ററുടെ കൈക്ക് കയറി പിടിച്ചെന്നോ? തെമ്മാടിത്തരം കാണിക്കുന്നടാ നീ എന്നും പറഞ്ഞ് ശേഖരൻ അവൻ്റെ കർണം അടിച്ച് പുകച്ച്. താനെൻ്റെ കർണത്തടിക്കുമല്ലേ തന്നെ ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ ശേഖരൻ തൊട്ടുപോകരുത്, കയ്യിലിരിക്കുന്ന സ്കൂട്ടർ വയർ കാണിക്കുവാണ്. എൻ്റെ നേരെങ്ങാണം നീ വന്നാലേ ഇത് കണ്ടല്ലോ, ഇതുകൊണ്ട് കുത്തി കീറും ഞാൻ. ഇറങ്ങടാ ഈ മുറിയിൽ നിന്ന്. ഈ മുറിയിൽ നിനക്ക് എന്താടാ കാര്യം? ഇറങ്ങി പോകാൻ എനിക്കിപ്പോൾ സൗകര്യമില്ലെങ്കിലോ? ആഹാ ഇറങ്ങടാ പുറത്തൊന്നും പറഞ്ഞ് ശേഖരൻ ഇങ്ങനെ പിടിച്ചൊരൊറ്റ തെള്ള്. ദീപക്ക ഭിത്തിയിലിടിച്ചിങ്ങനെ വീഴാൻ പോവുകയും അംബിക അങ്ങോട്ട് കയറി വരികയും കൂടാണ്. അയ്യോ എന്താടാ മോനെ, എന്താടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആണ്ട അയാളെന്നെ അടിച്ചമ്മേ. യാമിനി അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക ദേഷ്യത്തോടെ, എടാ നീ അത്രയ്ക്കായോടാ, നീ എൻ്റെ കൊച്ചിനെ അടിച്ചോടാ എന്നും പറഞ്ഞ് അടിക്കാനായിട്ട് ഇങ്ങനെ കൈ പൊങ്ങുവാണ് ശേഖരനെ. അപ്പോഴേക്കും യാമിനിയെ കൈക്ക് കയറിയൊരു പിടി ആരും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് പറയാ, തൊട്ടുപോകരുത് എൻ്റെ ഭർത്താവിനെ. നിങ്ങളെൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊട്ടാൽ പിന്നെ ഈ കൈ ഞാൻ വെട്ടിയെടുത്ത് കളയും, മനസ്സിലായോ നിങ്ങൾക്ക് എന്നും പറഞ്ഞൊരു അലർച്ചയാണ്. അംബിക കിളിപോയി അങ്ങനെ നിൽക്കുക. അംബിക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യാമിനി ഇങ്ങനെ പറയുമെന്നും ചെയ്യുമെന്നും. ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല, എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. എൻ്റെ പൊന്നാങ്ങളെയാ രോഗശയ്യയിൽ കിടക്കുന്നത്. അവനെ നോക്കാൻ വന്ന ഹോം നേഴ്സ് ആരാണെന്ന് എനിക്കും അറിയണ്ടേ? ഋതികയാണെങ്കിൽ ദേഷ്യം കൊണ്ട് തിളച്ചു നിൽക്കുക. ഋതിക പറയാം, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഡോക്ടേഴ്സ് തന്നെ ഈ ഹോം നേഴ്സിനെ ഇങ്ങോട്ട് വിട്ടത്. അംബിക രണ്ടും കൽപ്പിച്ച് നിൽക്കുക. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾക്ക് ഇവളുടെ മുഖം കണ്ടേ പറ്റൂ. മാസ്ക് മാറ്റടി. എടി നിന്നോടാ പറഞ്ഞത് മാസ്ക് മാറ്റാൻ. ദാണ്ട വരുന്ന നമ്മുടെ സരസ്വതി അമ്മ. നിർത്തടി നിന്റെ അഹങ്കാരം. സരസ്വതി അമ്മ അങ്ങോട്ട് വന്നപ്പോഴാണ് ശേഖരൻ്റെ യാമിക്കും പത്മയ്ക്കും ഋതികയ്ക്കും എല്ലാം നല്ല സമാധാനമായത്. നീ എത്രയൊക്കെ ഇവിടെ കിടന്ന് കുറച്ചാലും ശരി, ഈ ഹോം നേഴ്സിൻ്റെ പ്രൈവസിയിൽ കയറി ഭരിക്കാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. ശേഖരനപ്പോൾ പറയുക, ചേട്ടനെ പരിപാലിക്കാനായിട്ട് വന്ന ഈ ഹോം നേഴ്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവതുല്യമാണ്. മേഡം ഇവരുടെ കുരങ്ങ് കളിയൊന്നും കണ്ട് മേഡം പേടിക്കണ്ട. ഇവരിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശേഖരൻ അങ്ങനെ പറഞ്ഞതൊന്നും അംബികയ്ക്ക് പിടിച്ചില്ല. എടാ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അത് കേട്ടിട്ട് സരസ്വതി അമ്മ ചോദിക്കുക, നീ ഇങ്ങനെ പാഠം പഠിപ്പിക്കാൻ നീ എന്താ സ്കൂൾ ടീച്ചറാണോ? ഞാനൊരു മിനിസ്റ്ററാ, അത് നിങ്ങൾ മറക്കണ്ട. ഋതിക പറയുക, ഇതേ എൻ്റെ അച്ഛൻ പ്രതാപവർമ്മയുടെ വീടാ. നിങ്ങൾക്ക് മന്ത്രിയുടെ പവർ കാണിക്കണമെങ്കിൽ സർക്കാർ അനുവദിച്ചു തന്ന മന്ത്രി മന്ദിരം ഉണ്ടല്ലോ, അവിടെ എങ്ങാനും പോയി മെഴുക്. ഇവിടെ നിങ്ങളുടെ മന്ത്രിക്കളിയൊന്നും നടക്കില്ല. എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? വേണ്ടേ ആ അടികൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ സൽപുത്രനുണ്ടല്ലോ, അവനെയും കൂടെ വിളിച്ചോണ്ട് പോയിക്കോ. അവന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ശേഖരൻ പറയാ, പഞ്ചകർമ്മ ചികിത്സ ചെയ്യിക്കേണ്ടി വരും, അത് വളരെ നല്ലതാ എന്നിങ്ങനെ പറയുമ്പോൾ അംബിക ദേഷ്യത്തോടെ വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ദീപക്കനെയും വിളിച്ചുകൊണ്ട് പോവുക. റൂമിലോട്ട് വന്നിട്ട് അംബിക ദീപക്കനോട്, ഛേ കണ്ടില്ലടാ അവളുടെ ഒരു അഹങ്കാരം, ഇവിടെ മന്ത്രിക്കളിയൊന്നും നടക്കില്ലെന്ന്. അല്ലമ്മേ ആ ഹോം നേഴ്സിന് അവളുടെ മാസ്ക് ഒന്ന് മാറ്റിയാലെന്താ? രോഗം പകരുമെന്നല്ലേ അവളുടെ ഒരു വാദം. അങ്ങനെ രോഗമുള്ളവളെ എന്തിനാ ഹോം നേഴ്സായിട്ട് വന്ന് നിൽക്കുന്നത്? അത് ശരിയാമ്മേ, ആ ഡോക്ടർ ഇവരൊക്കെ തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വാശിയാ, അവൾ ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഈ അംബിക വർമ്മയോടാ എല്ലാവരും ചേർന്ന് മത്സരിക്കുന്നത്. ഒന്നൊന്നായി എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും. അവർക്കാർക്കും എന്നെ ശരിക്കും അറിയില്ല. രാവിലെ ഡോക്ടർ വന്ന് പ്രതാപവർമ്മയെ പരിശോധിക്കുക. രാജുവും ഋതികയും പത്മയും അടുത്തു തന്നെ ഉണ്ട്. ടെസ്റ്റുകൾ നടത്തിയതെല്ലാം ഡോക്ടർ രാജുവിനോട് ചോദിക്കുന്നുണ്ട്. രാജു അത് കാണിക്കുമ്പോൾ ഡോക്ടറെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം നോർമലാ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല, നിങ്ങളുടെ 3 പേരുടെ സപ്പോർട്ടാണ്. ഞാൻ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. പലതരം തെറാപ്പികളാണ് വേണ്ടത്. വർമ്മ സാറിന് ഇപ്പോഴൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. ഓർമ്മയും ഇല്ല, സംസാരശേഷിയും ഇല്ല. ഓർമ്മകളൊന്നും ഒറ്റയടിക്ക് തിരികെ വരില്ല.
പതുക്കെ പതുക്കെ വരുത്തുള്ളൂ. അതിന് വേണ്ട കുറേ തെറാപ്പികളുടെ എല്ലാം പേര് ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പഴയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പറഞ്ഞു കേൾപ്പിക്കണം. വർമ്മ സാറിന് പാട്ടുകൾ ഇഷ്ടമായിരുന്നു. അത് കേട്ടപ്പോൾ പത്മ പറയുന്ന ഇഷ്ടമായിരുന്നു. ഈ പഴയകാല സിനിമാ ഗാനങ്ങളില്ലേ, അതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റും. ആ പാട്ടുകളെല്ലാം വർമ്മ സാറിനെ കേൾപ്പിക്കണം. ഇതെല്ലാം കഴിയുമ്പോഴേക്കും വർമ്മ സാർ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് രാജുവിനോടൊപ്പം ഡോക്ടർ പോവുകയാണ്. നമ്മുടെ വേണുവേട്ടൻ ആരോ ഒരു ഓട്ടത്തിന് വിളിക്കുന്നുണ്ട്. എയർപോർട്ട് ഓട്ടോ ആണോ? വേണുവേട്ടൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഓട്ടത്തിനൊക്കെ പോകുന്നുണ്ട്. മകൻ്റെ ജോലി പോയി, ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ? നിങ്ങൾക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും ഞാൻ വന്നോളാം എന്നിങ്ങനെ വേണുവേട്ടൻ പറഞ്ഞു നിൽക്കുമ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാന്ന് വിളിച്ച് രാജു വേണുവേട്ടൻ്റെ അടുത്തോട്ട് വരുവാണ്. രാധേ, ദാണ്ട നിൻ്റെ മോൻ വന്നു. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു നിൻ്റെ അമ്മ. മോനേന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് രാധമ്മ. എൻ്റെ മോൻ വല്ലാതങ്ങ് വശം കെട്ടു പോയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് രാധമ്മ. ആ സമയത്ത് പ്രിയയെ അങ്ങോട്ട് വന്ന് നിൽക്കുക. പ്രിയയ്ക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ അലച്ചിലല്ലേടി രാധേ മോനെ സാറിനെങ്ങനെ ഉണ്ടടാ? അച്ഛൻ വന്ന് കണ്ടതല്ലേ, അങ്ങനെ തന്നെ കിടക്കുക. അത് കേട്ടപ്പം പ്രിയയ്ക്കൊരു സന്തോഷം. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കാൻ പറ്റില്ലമ്മേ. ഞാൻ ഇപ്പോൾ വന്നത് തന്നെ എൻ്റെ കുറേ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. ഇനി കൂടുതൽ ദിവസവും ഞാൻ അവിടെ തന്നെ വേണം വെച്ചാൽ ഇനി 1-2 ദിവസം കൂടുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ. അമ്മയും അച്ഛനും എന്നെ കണ്ടേ പറ്റൂന്നും പറഞ്ഞ് വാശി പിടിക്കരുത്. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പ്രിയയുടെ നിപ്പും ഭാവവും കണ്ടിട്ട് രാജു ചോദിക്കുക, ചേച്ചി എന്താ കാഴ്ച ബംഗ്ലാവിൽ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്ന പോലെ നോക്കി നിൽക്കുന്നത്? അയ്യോ, എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം ഉണ്ടടാ. എനിക്ക് കരച്ചിൽ വരുവാടാ. കരച്ചിൽ വരുവാന്നോ? അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കും ഒന്നും പറ്റിയില്ല. അതല്ലടാ രാജു, നീ ഇപ്പോൾ PA ഒന്നും അല്ലല്ലോ. അതാ എനിക്ക് സങ്കടം. അത് കേട്ടിട്ട് വേണുവേട്ടൻ എടാ മോനെ, നിന്റെ PA ജോലി പോയപ്പോഴേക്കും നിന്റെ ജന്മം ഉണ്ടല്ലോ അതങ്ങ് തൊലഞ്ഞു പോയെന്നോ ഇവിടെ വിചാരം. രാജു ചിരിച്ചോണ്ട്, അയ്യോ അതായിരുന്നോ കാര്യം? ആ അംബികയുടെ PA ആകുന്ന ജോലിയൊന്നും എനിക്ക് വേണ്ട. അതിനേക്കാൾ നല്ലതേ മൂർഖം പാമ്പിനെ എടുത്ത് കഴുത്തേ ചുറ്റുന്നതാ. അയ്യോ, അപ്പം രാജു നിനക്ക് വൈരാഗ്യമൊന്നും ഇല്ലയോ? ഞാൻ കരുതി എനിക്കും ചേട്ടനും ഈ സൗഭാഗ്യമൊക്കെ വരുന്നതിൽ നിനക്ക് അസൂയ ഉണ്ടെന്ന്. രാജു വീണ്ടും ചിരിച്ചിട്ട് ചോദിക്കുക, എൻ്റെ ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ചേച്ചി ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? രാധപ്പിക്ക് വരുന്ന ദേഷ്യം. എടി, നിന്റെ കൂട്ടെ കുഷ്ഠരോഗം പിടിച്ച മനസ്സൊന്നും അല്ല എൻ്റെ മോൻ്റെത്. പറഞ്ഞത് കേട്ടോടി എൻ്റെ രാധേ, ഇവള് കിളി പോയി നിൽക്കുമല്ലയോ. കെട്ടിയോന് PA ഉദ്യോഗം കിട്ടിയപ്പോഴേ ഏതോ മഹാരാജാവിൻ്റെ മഹാരാജ്ഞിയാണെന്നാ ഇവളുടെ വിചാരം. എൻ്റെ ചേച്ചി, എനിക്ക് സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ സാറിൻ്റെ PA ആയത്. അല്ലാതെ ഏത് അലവലാദികളുടെ PA ആകാനൊന്നും എന്നെ കിട്ടില്ല. അത് പ്രിയക്കിട്ട് നല്ല ഒരു അടിയായിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു ഉദ്യോഗമേ വേണ്ട. അമ്മേ, എൻ്റെ ബാഗ് എവിടെ ഇരിക്കുന്നത്? എടുത്തതാ, ഞാൻ എടുത്തു തരാം മോനെ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് ബാഗ് എടുക്കാൻ പോവുകയാണ്. വലിയ ഗമേലങ്ങോട്ട് വന്ന് നിന്ന പ്രിയ സത്യത്തിൽ ഇപ്പം കിളി പോയ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഋതിക പ്രതാപൻ്റെ റൂമിലോട്ട് വന്നിട്ടിങ്ങനെ നോക്കി നിൽക്കുക. ഡോക്ടർ പറഞ്ഞ കാര്യം ഓർക്കുവാണ്, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണമെന്ന്. അങ്ങനെ ഋതിക കരഞ്ഞുകൊണ്ട് പഴയ ഓരോരോ കാര്യങ്ങൾ എണ്ണി പ്രതാപൻ്റെ അടുത്തിങ്ങനെ പറയുക. പ്രതാപിൽ നിന്നും യാതൊരു റിയാക്ഷനും കാണുന്നില്ല. അച്ഛാ, എന്തെങ്കിലും എന്നോടൊന്ന് മിണ്ടച്ചാ, എന്നെ ഒന്ന് നോക്കച്ചാ. എൻ്റെ അച്ഛൻ എന്നോട് ഇത്രയധികം സ്നേഹമുണ്ടെന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് അച്ഛാ മനസ്സിലാക്കി. അച്ഛാ, എന്നെ കാണാതെ എൻ്റെ അച്ഛന് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അറിഞ്ഞത്. അച്ഛാ, കണ്ണു തുറക്കച്ചാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പത്മ ആ ഡോറ് തുറന്ന് അങ്ങോട്ട് വരുവാണ്. പത്മ വന്ന മോളെ ഋതുവിനെ ആശ്വസിപ്പിക്കുവാണ്. അമ്മേ, എൻ്റെ അച്ഛൻ്റെ കിടപ്പ് കണ്ടോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അച്ഛാ, എന്നെ ഒരു വഴക്കെങ്കിലും പറയച്ചാ, എന്തെങ്കിലും എന്നോടൊന്ന് പറയച്ചാ എന്നും പറഞ്ഞ് ഋതിക അലമുറയിട്ട് കരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഡോക്ടർ പറഞ്ഞ പ്രകാരം പത്മയെല്ലാം ചെയ്യും. അങ്ങനെ പ്രതാപൻ ഓർമ്മശക്തിയും കാഴ്ചശക്തിയും കേൾവിശക്തി എല്ലാം തിരിച്ചു വരും. പത്മയുടെയും ഋതിയുടെയും പ്രാർത്ഥന ദൈവം കാണാതിരിക്കില്ല. എല്ലാം മനസ്സിലാക്കി പ്രതാപൻ ചിലപ്പോൾ ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നുണ്ടാവും. പ്രതാപൻ്റെ ഉള്ളിൽ പത്മയുടെ നന്മയെല്ലാം തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാവും. ഇനി അംബിക വന്ന് പത്മയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും പ്രതാപൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.